ഹായ് എവരി വൺ, വെൽക്കം ടു ചാനൽ എ ഡ്രാമ ലവ്. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഓക്കെയാണ്, ഗുഡാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു എൻ്റെ വേൾഡിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാറ്. സൈഡിലൂടെ എനിക്ക് എന്ത് ചെയ്യാം, ഈ വേൾഡ് മൊത്തം ഫ്രീ ആയിട്ട് പോകും ചെയ്യാമല്ലോ. അപ്പോൾ യൂഫി ചിരിച്ചാണ്ട് ആയിക്കോട്ടെ. എന്നിട്ട് ഷെല്ലാൻ യൂഫി എന്ന് പറഞ്ഞിട്ട് ഈ ഇതിൻ്റെ സൈഡിൽ ഇവിടെ വന്നിരുന്ന് നോക്ക്, ഇവിടുന്ന് കാണുമ്പോൾ താഴത്തുള്ള വ്യൂ ഒന്നും കൂടി ഡിഫറെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ യൂഫി ഞാൻ ശരിക്കും എന്ന് വെച്ചാണ്ട് അവിടെ വന്നിരിക്കും. അപ്പോൾ അവർ കണ്ടോ ഇപ്പം എത്ര ഹൈറ്റിലാകുമ്പോൾ നിൽക്കുന്നത്, നല്ല രസത്തിൽ കാണുന്ന നിൽക്കും. എന്നിട്ട് എനിക്ക് പേടിയൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഹൈറ്റ് കാര്യങ്ങളൊന്നും പേടിയില്ലായിരുന്നു. ആ നേരത്തെ ചെല്ലാന്തെയും യൂഫിനെ കിസ് ചെയ്യും. അപ്പം യൂഫി തിരിച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിൽക്കും, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആകെ ഷോക്കായിട്ടുണ്ടാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും, എന്ത് ഇത്രയും ടോപ്പിൽ നിന്ന് സ്കൈ വീൽ വെച്ചിട്ട് ഒരാൾ കിസ് ചെയ്യുകയാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചായിരിക്കും. അപ്പോൾ യൂഫി ആകെ ഷോക്കായി കേൾക്കും. നേരത്തെ ചെല്ലാൻ നോക്കും, യൂഫി ഇപ്പം എനിക്ക് എൻ്റെ ഹെഡ് ബീറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. യൂഫി ആകെ ഷോക്കായി കേൾക്കും. യൂഫി ചെല്ലാൻ നോക്കും. അപ്പോൾ ചെല്ലാൻ കേൾക്കും, ഞാനിപ്പം ചെയ്ത ഈ പ്ലാനാകെ പൊളിഞ്ഞു എന്നുള്ളത് എനിക്ക് കൂടുതൽ. എന്നിട്ട് ഒന്നുകൂടി കേൾക്കും, അല്ല ഒരു ഫീലിങ്സ് ഇല്ലേക്കും. നേരത്തെ യൂഫി എന്ത് ചെയ്യും, ഓളെ ഒന്നുകൂടി കിസ് ചെയ്യും. ദെൻ ഹോസ്പിറ്റലിലെ സീനാണ് കാണിക്കുന്നത്. അപ്പോൾ കെഷാൻ ഇങ്ങനെ ജോനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ജോന് ബോധം വരും. അപ്പോൾ കെഷാൻ ആയി എന്നേറ്റ് വെക്കും. അതായത് ജോവും ബാക്കിയുള്ളവർ നോക്കും, ഒന്നായിട്ട് നോക്കും. ഞാനിപ്പോൾ ഇവിടെ എന്നിട്ട് ചെല്ലാനും ഇവിടെ നിൽക്കും. അപ്പം അന്നേരത്തോടെ ഓല് എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോയതാണ് വരും. എന്നിട്ട് പറയും, എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓല് ആദ്യം തന്നെ തിരിച്ചു പോകുന്നുണ്ടെന്ന് പറയും. അതിൽ ജോവ് ആകെ ഒക്കെ കൊളായി എന്നിട്ട് ഒരു ഓളിനെ പറ്റി എന്താ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ അത്രേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞിട്ട് ഓനാകതാവും. എന്നിട്ട് കെഷാൻ പറയാം, ഒന്നുമില്ല, ഓൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ ജോവ് എന്ത് ചെയ്യും, കെഷാനെ കൈ പിടിച്ചാണ്ട് വരും. കെഷാൻ ഇതിൻ്റെ അടുത്തേക്ക് നോക്കുന്നിട്ട് ഒരു കാര്യം പറയും, ഞാൻ ഭയങ്കര ബോറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഓക്വേർഡായിട്ടായിരുന്നു ഒന്ന് പെരുമാറിയെന്ന് നോക്കും. അപ്പോൾ കെഷാൻ തിരിച്ചാണ്ട് പറയും, എല്ലാം ഈ നല്ല ക്യൂട്ടായിട്ട് തന്നെ, ശരിക്കും ക്യൂട്ടായിട്ട് തന്നെ വരും. അപ്പോൾ ഓനെ എന്നിട്ട് അതിനർത്ഥം ഞാൻ നല്ല അലമ്പായിട്ടായിരിക്കുന്നില്ല നിന്നുണ്ടാവും പറഞ്ഞാണ്ട് അങ്ങനെ ഇതാവും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് കേൾക്കുന്ന വരും. എന്നിട്ട് വരും, ഓല് ആദ്യം പോയത് നന്നായി, കാരണം ഈ ഉറങ്ങുമ്പോൾ എൻ്റെ ഇങ്ങനെ വായിന്ന് കുമ്പനീര് വരുന്നുണ്ടായിരുന്നു വരും. അതും കൂടി കേൾക്കുമ്പോൾ ഓനാകെ ഞാൻ എന്താ ചെയ്യുക, എത്ര നാണക്കേട് പറഞ്ഞാണ്ട് ഓന് ബെഡ്റൂമിൽ പോയി ഇങ്ങനെ കിടന്നതാവും. ദെൻ ടോറൻസ് സ്റ്റീനാണ് കാണിക്കുന്നത്. എന്നിട്ട് ചെല്ലാൻ പറയും, നമുക്ക് ഇത്ര ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല യൂഫി എന്ന് പറയും. അപ്പോൾ ഷെഫ് പറയും, ഇത് എൻ്റെ വകയാണ്, ഒന്നും നോക്കണ്ട, കാരണം ആദ്യമായിട്ടാണ് ടാവോൻ്റെ ഫ്രണ്ടിനെ അവിടെ കൊണ്ടുവരുന്നത്, അതും പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടീനെ. അപ്പം ഞാൻ എന്തായാലും അടിപൊളിയാക്കണ്ടായിരുന്നു നിൽക്കും. അപ്പോൾ ടാവോട്ടോ നിൽക്കും യൂഫിനോട്. എന്നിട്ടൊരു ടാവോട്ടോ ആണ് യൂഫി എൻ്റെ നിക് നെയിം നിൽക്കും. അപ്പം ഓന് യൂഫി എന്ത് ചെയ്യും, ഷെഫായിട്ടുള്ളവരുള്ളൊരു മിസ്സിസു ഇതിൻ്റെ ജൂനിയറാണ് ലീസിനിയ എന്ന് അത് കേൾക്കുമ്പോൾ ചെല്ലാൻ വരും, ഇത്രയൊക്കെ ഒഫീഷ്യലായി പറയണോ ടാവോട്ടോ എന്ന് പറയും. അപ്പോൾ അതിന് യൂഫിക്ക് മനസ്സിലായി യൂഫിനിട്ട് കളിയാക്കുകയാണെന്ന്. സ്റ്റുഡൻറ്റ് ഈ എന്നെ എന്തായാലും ഭാവിയിൽ യൂഫിന്ന് തന്നെ വിളിച്ചാൽ മതി, ഞങ്ങട്ട് വെറുതെ ഇതിൻ്റെ മുന്നേ കേട്ട ആ വേർഡ് എന്തായാലും മറന്നേക്കാറ്. അപ്പോഴേക്കും ഏത് വേർഡ് നിൽക്കും, ടാവോട്ടോ ആണോ നിൽക്കും. അപ്പോൾ തന്നെ യൂഫിക്ക് മനസ്സിലാവും ഓളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാണെന്ന്. അപ്പോൾ ആ ഷെഫായിട്ടുള്ള ആൻറ്റി വരും, ടാറ്റോ ആദ്യം മുതലേ ചെറുപ്പത്തിലേ ഇവിടെ നിന്ന് ഫുഡ് കാര്യങ്ങൾ കഴിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അവൻ്റെ സ്വന്തം ഒരു കിച്ചൺ പോലെ തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ എന്തായാലും കോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കിച്ചണിക്ക് പോകും. അപ്പോൾ ചെല്ലിയാൻ യൂഫി ഉണ്ടെങ്കിൽ നോക്കി ചിരിക്കും. അന്നേരത്തെ യൂഫി വരും, എന്താ ഇന്നെ ഇങ്ങനെ നോക്കണവരും എന്നിട്ടൊരു ഈ മേലാൽ ആ വീട് പറയരുതിട്ട് വരും. അപ്പം ചെല്ലാൻ ആയിക്കോട്ടെ തലായിട്ടും എന്നിട്ടൊരു ഇന്നാണ് ഈ ഫസ്റ്റ് ഇങ്ങോട്ട് ആദ്യമായിട്ട് ഫ്രണ്ട്സിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നോക്കും. എന്നിട്ട് പിന്നീട് ടാവട്ടോ എന്ന് പറയും. അതിൽ യൂഫി അതേ എന്നിട്ടൊരു എന്തായാലും ഒന്ന് ഹെഡ് ബീറ്റ് കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു എന്ന് പറയും. ശല്യാൻ പറയും, എന്തായാലും സ്വന്തം ആൻറ്റീനെക്കാട്ടിലും ഈ ഇവിടുത്തെ ആൻറ്റീനോടാണ് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടല്ലോ ഒരു. എന്നുള്ളവർ എന്തായാലും അങ്കിള് പറഞ്ഞിട്ടുണ്ട് എന്താണ് എൻ്റെ ഡാഡിനെ പറ്റിയെന്നുള്ളവർ. അപ്പോൾ യൂഫി വേഗം വിഷയം മാറ്റാൻ വേണ്ടി കുറച്ചും കൂടി ന്യൂഡിൽസ് കാര്യങ്ങളും ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ ചെല്ലാൻ മനസ്സിലാവും, അപ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. ദെൻ കെഷാനും ക്യൂജോനും കാണിക്കണേ. അപ്പോൾ അവരിങ്ങനെ റിട്ടേൺ അടിക്കുമ്പോൾ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ക്യൂജോൻ്റെ മൈൻഡിൽ മൊത്തം ഇന്ന് ആകെ കൊളായി ആ ഒരു സാധനം ആയിരിക്കും. കെഷാന് പക്ഷേ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവൻ്റെ കൂടെ നടക്കാൻ കിട്ടിയില്ല. എന്നിട്ട് അങ്ങനെ ജോനോട് പറയും, ജോ ഞാൻ ഏതായാലും ഈ വഴി പോവുകയാണ്, ഈ എന്തായാലും സേഫായി പോയിക്കോ പറയും. നേരത്ത് ജോ ഓളെ പിടിച്ചെടുത്തു. എന്നിട്ട് പറയും, നാളെ പോലെ എല്ലാവരും എൻ്റെ മുഖത്തൊക്കെ ചിരിക്കും, ഞാൻ എന്താ ചെയ്യേക്കും. അപ്പോൾ പറയും, ഇല്ല ഓലും അങ്ങനെ ഒന്നും ചെയ്യില്ല. ഈ വെറുതെ ചിന്തിച്ചു വിടണ്ടാറ്. അപ്പം ജോ പറയും, കെഷാൻ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ നടന്ന കാര്യങ്ങൾ നമ്മൾ മാത്രമാണ്, അത് വേറെ ആരും അറിയത്തിട്ടോ. അതായത് ഓനിങ്ങനെ ഉറങ്ങുമ്പോൾ വായിന്ന് ഉമിനീര് വന്ന കാര്യമാണ്. അങ്ങനെ പുള്ളി ചിരിക്കും. നേരത്തെ തരും, ഈ ചിരിക്കെല്ലാവരും അങ്ങനെ ഓളൊരു ഇല്ല ഞാൻ ആരോട് പറയില്ല അങ്ങനെ ഒരു എഗ്രി ചെയ്യും രണ്ടാളും അങ്ങോട്ട് കിട്ടും. അങ്ങനെ ഓൾ ബായി പറഞ്ഞ് പോവും. അങ്ങനെ ഓൾ രണ്ടാളും രണ്ട് ഡയറക്ഷൻ നടക്കും. പെട്ടെന്ന് തന്നെ രണ്ടാളും നിൽക്കും.